പാട്രിയോട്ടിനെ പറ്റി പറയും. പാട്രിയറ്റ് സിനിമ വന്ന് ഫസ്റ്റ് തന്നെ കണ്ട ആളാണ് ഞാൻ. ഇത് ഓൾറെഡി പടത്തിനെ പറ്റി നെഗറ്റീവ് റിവ്യൂസൊക്കെ വരുന്നുണ്ട്. ഇത് മെയിൻലി അത് ഓരോരുത്തരുടെ അഭിപ്രായമാണ്, ഒപ്പീനിയനാണ്. ബിക്കോസ് സിനിമ ഒരു മാസ് സിനിമയല്ല. അതുപോലെ തന്നെ ത്രില്ലിങ് എലമെൻ്റ് ഉണ്ട് മൂവിയിൽ. പക്ഷേ അത് ചില ഏരിയസിൽ മാത്രം ഹൈ ആവുന്നൊരു ടൈപ്പായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഇപ്പോൾ ലാലേട്ടൻ ചിത്രമല്ല, ഒരു മമ്മൂട്ടി ചിത്രമാണത്. സിനിമ ബാക്കി കാണുക, കാരണം ചില പോർഷൻസ് ഈ പടത്തിൽ അത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഉറപ്പായിട്ടും അത് മഹേഷ് നാരായണൻ പുള്ളിയുടെ ഒരു ക്രാഫ്റ്റ് വർക്ക് തന്നെയാണത്. ഒരു ഇൻ്റർവെല്ലിനൊരു ഫ്ലൈറ്റ് സീൻ ഉണ്ട്, ഫ്ലൈറ്റിൽ വെച്ചിട്ടൊരു ഫ്ലൈറ്റ് മമ്മൂട്ടിയുടെ. അത് മലയാള സിനിമയിൽ ഇല്ല, അതുപോലത്തെ ഒരു സംഭവം ഇതുവരെ വന്നിട്ടില്ല. പിന്നെ ലാലേട്ടൻ്റെ ഒരു ഹോസ്പിറ്റൽ പരിപാടിയുണ്ട്, ഒരു ആക്ഷൻ സീനുണ്ട്, അതും അടിപൊളിയായിട്ടുണ്ട്. ചില അതുകളൊന്നും ലോജിക്കലി അതുപോലെ തന്നെ പേഴ്സണലി എനിക്ക് വർക്കൗട്ടായില്ല. ടോട്ടലി വൺ ടൈം വാച്ചബിൾ, ഒരു ആവറേജ് മൂവി ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. പക്ഷെ ബാക്കിയുള്ളവർക്ക് അങ്ങനെയല്ല. പടം ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്. ജസ്റ്റ് ഒരു തീപ്പൊരി ഡയലോഗുകളോ അതല്ലെങ്കിൽ ഒരു ഹെവി മാസ് ഇൻട്രോ സീനുകൾ അതുപോലത്തെ ഒന്നും പ്രതീക്ഷിക്കാണ്ട് പോകാൻ നോർമലി ഒരു സ്റ്റോറി ബേസ്ഡ് മൂവിയാണ്. സ്റ്റോറി അടിപൊളിയായിട്ടുണ്ട്. സ്ക്രിപ്റ്റ് ചെറുതായിട്ട് പാളിയോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. എൻ്റെ ഒപ്പീനിയൻ അല്ല നിങ്ങളുടെ ഒപ്പീനിയൻ. എല്ലാവരും സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയുക. കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ അടുത്ത് ഉറപ്പായും പറയണം സിനിമ കാണും. അതിൽ തിയേറ്ററിൽ പോയി കാണാനുള്ള സിനിമ ഉണ്ട്. കാരണം അത്യാവശ്യം എൻ്റെ ക്യാമറ വർക്കാണെങ്കിലും ലൊക്കേഷൻസ് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിലും വർത്താണ്. താങ്ക് യു.